ബംഗളൂരുവിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച KSRTC ജീവനക്കാരുടെ സംസ്കാരം നടന്നു. നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. പുലർച്ചെയോടെയാണ് കോവൂർ സ്വദേശി അരുൺ, വെള്ളയിൽ സ്വദേശി മിഥിലേഷ് എന്നിവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, തീർച്ചയായും വൈകാരികമായ രംഗങ്ങളോടുകൂടിയായിരുന്നു ഇവരുടെ മൃതദേഹം നാട്ടിൽ എത്തിച്ചത്. സുഹൃത്തുക്കളും ബന്ധുക്കളും KSRTC ജീവനക്കാരും അടക്കം ഒരുപാട് പേർ അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുകയും ചെയ്തു. ഇന്നലെ പുലർച്ചെയായിരുന്നു ബംഗളൂരുവിലുണ്ടായ അപകടത്തിൽ ഇരുവർക്കും ജീവൻ നഷ്ടമായത്. നിരവധി യാത്രക്കാർ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട്. KSRTC നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകടത്തിന്റെ കാരണമെന്ന ഒരു വിലയിരുത്തലാണുള്ളത്. താൽക്കാലിക ജീവനക്കാരനായി ഏതാണ്ട് 5 മാസത്തിൽ താഴെ മാത്രമാണ് മിഥിലേഷിന് KSRTCയിൽ സർവീസ് ഉള്ളത്. അതിനു മുമ്പ് കോഴിക്കോട് നഗരത്തിൽ തന്നെ സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്നു അദ്ദേഹം. KSRTCയുടെ ഏറ്റവും ഒടുവിലിറങ്ങിയ സർക്കുലർ അനുസരിച്ച് ഏറ്റവും പരിചയസമ്പന്നരായ ആളുകളാണ് ഇത്ര ദീർഘദൂര സർവീസുകളിൽ പോകേണ്ടിയിരുന്നത്. എന്നാൽ അത് ഇവിടെ ലംഘിച്ചിരിക്കുന്ന ഒരു പ്രാഥമിക നിഗമനം ഉണ്ട്. മറ്റൊന്ന്, ഡ്രൈവർ കം കണ്ടക്ടർ എന്ന രീതിയിലാണ് ദീർഘദൂര ബസ്സുകളിൽ പലപ്പോഴും ഈ ജീവനക്കാരുടെ ഒരു വിന്യാസം. അതും ഇവിടെ ഉണ്ടായില്ല. ഒപ്പം മൈസൂരിലൊരു ദീർഘദൂര ട്രിപ്പ് കഴിഞ്ഞ് വന്ന ശേഷം ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാണ് വീണ്ടും അടുത്ത ട്രിപ്പിലേക്ക് മിഥിലേഷ് പോവുകയും ചെയ്തത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിജിലൻസ് വിഭാഗം വളരെ വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.